നമ്മൾ അറിഞ്ഞോണ്ടോ അറിയാതെയോ നമ്മുടെ നമ്മുടെ ആരോഗ്യം എഫക്റ്റ് ആവുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ കുറേ കാലമായിട്ട് ചെയ്യുന്ന കാരണം നമുക്കത് തെറ്റാണെന്ന് തോന്നിയിട്ടില്ല. പ്ലസ് നമ്മളോട് അങ്ങനെ ആരും ഒന്നും പറഞ്ഞിട്ടുമില്ല. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിദ്യ. ഞാനൊരു സൊല്യൂഷൻസ് ആർക്കിടെക്റ്റ് ആണ്. ഹിന്ദു ഫിലോസഫിയിൽ നല്ല ഇൻട്രസ്റ്റ് ഉള്ള കാരണം ഞാൻ ഒരുപാട് ഇങ്ങനെ വായിക്കും, ഒരുപാട് റീസെർച്ച് ചെയ്യും. അത് കാരണം എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഞാൻ നിങ്ങളോടൊക്കെ ഷെയർ ചെയ്യുക ചെയ്യുന്നത്. അപ്പം നമ്മുടെ ബോഡി, നമ്മുടെ ഹെൽത്ത് എഫക്റ്റ് ചെയ്യുന്ന ഏറ്റവും മെയിൻ കാര്യമാണ് നമ്മൾ രാത്രി ഒരുപാട് ലേറ്റായിട്ട് ഫുഡ് കഴിക്കുന്നത്. നമ്മളൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവും, അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അങ്ങോട്ട് വന്നിട്ടുണ്ടാവും. പക്ഷേ നമുക്കങ്ങനെ ഒരു തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല, അതൊരു ശീലമായിട്ടും മാറിയിട്ടുണ്ടാവും. ആയുർവേദത്തിൽ പറയുന്നുണ്ട്, ഒരു ദിനചര്യ, അതായത് ഒരു ഡെയിലി റൂട്ടീൻ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നത് എപ്പോഴും സൺസെറ്റ് ആവുന്നേക്കാളും മുന്നേ ആയിരിക്കണം. നമ്മുടെ ഡൈജസ്റ്റീവ് ഫയർ, അതായത് നമ്മുടെ ബോഡിയിലെ ഡൈജഷൻ കൂടി നിൽക്കുന്ന സമയത്തായിരിക്കണം നമ്മൾ ഏറ്റവും ഹെവി ആയിട്ടുള്ള മീലൊക്കെ കഴിക്കേണ്ടത്. ബിക്കോസ് സൺസെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഡൈജഷൻ കുറഞ്ഞു തുടങ്ങും, സ്ലോ ആയി തുടങ്ങും. അപ്പം എന്താ ഉണ്ടാവുന്നത്, നമ്മൾ രാത്രി ലേറ്റ് നൈറ്റ് ഫുഡ് കഴിക്കുമ്പം ആ ഫുഡ് ഫുള്ളായിട്ട് ഡൈജസ്റ്റ് ആവാണ്ട് ബ്ലോട്ടിംഗ് ആയി, നമുക്ക് അസിഡിറ്റി ആയി, നമുക്ക് വേറെ റിയാക്ഷൻസ് ആവുക ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഏറ്റവും വലിയ റീസൺ ഇതാണ്. അത് നമ്മളൊരിക്കലും ചിന്തിച്ചിട്ടില്ല. ഇപ്പം ചില സമയത്ത് നമ്മൾ പെട്ടെന്ന് രാത്രി ലേറ്റായി ഫുഡ് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ കഴിക്കും. നെക്സ്റ്റ് ഡേ നമുക്ക് ഭയങ്കര ഒരു ബ്ലോട്ടിങ്ങും ഭയങ്കര ഒരു ഡിസ്കംഫർട്ടായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും പുറത്തുനിന്ന് കഴിച്ച ഫുഡിൻ്റെ ആയിരിക്കാമെന്ന്. അതായിരിക്കാം ഫോർ ഷുവർ. പക്ഷേ അതിൻ്റെ വേറെ റീസൺ, നമ്മൾ സമയത്ത് നമ്മുടെ ബോഡി എക്സ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത് ഫുഡ് കഴിക്കാണ്ട് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയത്ത് നമ്മുടെ ബോഡിക്ക് ഫുഡ് കൊടുത്തു. ഇനി ആ ബോഡിക്ക് ആ ഫുഡ് വെച്ച് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നത്. അപ്പം രണ്ടാമത്തെ കാര്യമാണ്, നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരുപാട് തണുത്ത വെള്ളം കുടിക്കുന്നത്. ചില ആൾക്കാർ ഇപ്പം ഭയങ്കരമായിട്ട് ചൂടെടുക്കുകയാണ്, പെട്ടെന്ന് കുറേ വെള്ളം കുടിച്ചു, കുറച്ച് കഴിച്ചു വെള്ളം കുടിച്ചു, കുറച്ച് കഴിച്ചു വെള്ളം കുടിച്ചു. അങ്ങനെ ചെയ്യുമ്പം അഗൈൻ നമ്മുടെ ബോഡിയിൽ ഡൈജഷൻ അത് ഡൈല്യൂട്ട് ആയിപ്പോകും. നമ്മൾ കഴിക്കുന്ന ഫുഡ് ഡൈജസ്റ്റ് ആവാൻ വേണ്ടി നമ്മുടെ ബോഡി, നമ്മുടെ സ്റ്റൊമക്കൊക്കെ ഡൈജസ്റ്റീവ് ജ്യൂസസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ, തണുത്ത വെള്ളം കുടിക്കുമ്പോൾ എസ്പെഷ്യലി ആ ഒരു ജ്യൂസസ് ലൈറ്റ് ആയിപ്പോവും, ഡൈല്യൂട്ട് ആയിപ്പോവും. അപ്പം അത് നമ്മൾ കഴിക്കുന്ന ഫുഡിനെ പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അഗൈൻ നമുക്ക് ബ്ലോട്ടിങ് വരും, അസിഡിറ്റി വരും. അതൊക്കെ അതിൻ്റെ കോൺസിക്വൻസസ് ആണ്. പക്ഷേ ആയുർവേദം പറയുന്നുണ്ട്, നമുക്ക് വെള്ളം കുടിക്കണമെങ്കിൽ കുറച്ച് വാം വാട്ടർ ഫുഡ് കഴിക്കുന്നതിൻ്റെ കൂടെ കുടിക്കാമെന്നും. കുടിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല, വെള്ളം കുടിക്കണ്ട എന്ന് എവിടെയും പറയുന്നില്ല. പക്ഷെ കുടിക്കുവാണെങ്കിൽ കുറച്ച് വാം ആയിട്ടുള്ള വെള്ളം കുടിക്കണമെന്ന്. മൂന്നാമത്തെ കാര്യമാണ്, അത് ഇപ്പം ഭയങ്കരമായിട്ട് എഫക്റ്റ് ആവുന്ന ഒരു സ്റ്റേജിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കുമ്പം ഫുഡ് ഫോക്കസ് ചെയ്യാണ്ട് നമ്മൾ എന്തെങ്കിലും സ്ക്രീൻ ഇല്ലെങ്കിൽ ഒരു TV കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കുന്നു, ഇല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഫോൺ നോക്കി ഇന്നത്തെ ലേറ്റസ്റ്റ് റീൽസ് എന്താണെന്ന് നോക്കിയിട്ട് കഴിക്കുന്നു. അതിൽ നമുക്കൊരാളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ അത്രയും വർക്കൊക്കെ ചെയ്ത് ടയേർഡായി ആയിരിക്കും ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു റിലാക്സ് ചെയ്യാം, എന്തെങ്കിലും TV ഓൺ ചെയ്ത് നെറ്റ്ഫ്ലിക്സ് എന്തെങ്കിലും കാണാം, ഇല്ലെങ്കിൽ ഫോണിൽ ഇൻസ്റ്റാഗ്രാമൊക്കെ ക്യാച്ചപ്പ് ചെയ്യാം. അത് ഭയങ്കര ഒരു നോർമൽ കാര്യമാണ്. പക്ഷേ ആയുർവേദയിൽ പഴയ കാലത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ആൾക്കാർ താഴെ നിലത്തിരുന്ന് കൈകൊണ്ട് ഫുഡ് കഴിക്കുന്നത്. ആ സമയത്ത് ഫോണും സ്ക്രീനും വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, അവർക്ക് ആ ബുക്കൊക്കെ ഉള്ള സമയമായിരുന്നല്ലോ. അപ്പോൾ അവർ ബുക്ക് വേറെ ഒന്നും ചെയ്യില്ല. ബിക്കോസ് ഫുഡ് കഴിക്കുന്നത് നമ്മുടെ ബോഡി, നമ്മുടെ സോളിന് വേണ്ടി ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ആണ് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാക്കും. ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ബോഡി
ആ ഫുഡിൻ്റെ ആയിട്ട് നമ്മൾ ബോഡിയെ കണക്ട് ചെയ്യുമായിരുന്നു ചെയ്യേണ്ടായിരുന്നത്. അപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മൾ അറിഞ്ഞ്, നമ്മൾ ടേസ്റ്റും എല്ലാം അറിഞ്ഞ് നമ്മൾ കഴിക്കും. പക്ഷെ ഇപ്പം അങ്ങനെ ഒന്നുമല്ല. ഇപ്പം നമ്മൾ എവിടെ ഒന്ന് പുറത്ത് പോയി നോക്കിയാലും ചെറിയ പിള്ളേർക്ക് പോലും ഫോണും ഐപാഡും ടാബ്ലറ്റും, അതുപോരാതെ പിള്ളേർക്ക് തന്നെ ഐപാഡൊക്കെ ഉണ്ട്. അത് കൊടുത്തിട്ടാണ് അച്ഛനമ്മമാർ കഴിക്കുന്നത്. പക്ഷെ അതിൽ നമുക്കൊരു ഐ മീൻ ഞാനായിട്ട് ഒരു കമൻറ്റ് ചെയ്യില്ല, അവരുടെ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അങ്ങനെ. പക്ഷെ നമ്മൾ ട്രൈ ചെയ്തില്ലെങ്കിൽ, നമ്മൾ എഫേർട്ട് എടുത്തില്ലെങ്കിൽ അതൊരിക്കലും ചേഞ്ച് ആവില്ല അല്ലേ. ഇപ്പം ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളത് ഫിക്സ് ചെയ്തില്ലെങ്കിൽ പിള്ളേർക്ക് എപ്പോഴും എന്തെങ്കിലും കണ്ടുകൊണ്ടേ കഴിക്കാൻ തോന്നുള്ളൂ. അങ്ങനത്തെ ഒരു ശീലമായിപ്പോൾ വലിയ ആൾക്കാർക്ക് തന്നെ ഇതൊരു ശീലമായിട്ടുണ്ട്. ഫുഡ് കഴിക്കുമ്പം എന്തെങ്കിലും ഒന്ന് കാണുക, കുറച്ചൊരു സീരീസ് കാണുക. പിന്നെയുള്ള ചെറിയ പിള്ളേർക്ക് അവർക്കൊന്നും അറിയില്ല. നമ്മൾ എന്ത് പറയുന്നു, എന്ത് കാണിക്കുന്നു അതാണ് അവർക്ക് ശരി. അപ്പം ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പം വലിയൊരു ഇഷ്യൂ ആണെന്ന് നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ കുറേ കാലമായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും അതിനെ പറ്റി ആലോചിച്ചിട്ടില്ല അല്ലേ. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിൽ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ഹെൽത്ത് ബെറ്റർ ആവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ.